Hi, hello, welcome to Teacher's Tale. Welcome back to Teacher's Tale എന്നാണ് ഞാൻ പറയേണ്ടത്. ആക്ച്വലി ഇറ്റ് വാസ് എ ലോങ് ബ്രേക്ക്. ആഫ്റ്റർ എ വെരി ലോങ് ബ്രേക്ക് നമ്മൾ വീണ്ടും ടീച്ചേഴ്സ് ടേലിൽ ഒരു ന്യൂ എക്സാം ന്യൂ സിലബസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ സെൻട്രൽ ഗവൺമെൻറ് എക്സാം, ദറ്റ് ഈസ് KV, കേന്ദ്രീയ വിദ്യാലയ. ടീച്ചേഴ്സിന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴി അവർ നമ്മളെ വിളിക്കാറുണ്ട്. ടീച്ചേഴ്സിന് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണത്. ആൻഡ് ദർ ഹാസ് ബീൻ എ ലോട്ട് ഓഫ് സ്പെക്കുലേഷൻസ് ആൻഡ് കോൺട്രവേഴ്സി. ഇപ്പോൾ വിളിക്കും ഓവർ വൺ ലാസ്റ്റ് ഇയർ ഫുള്ള് നമുക്കിപ്പം നോട്ടിഫിക്കേഷൻ വരുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സൈറ്റ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. ബട്ട് നോട്ട് യെറ്റ്, ഇതുവരെ വന്നിട്ടില്ല. ലാസ്റ്റ് എക്സാം നടന്നത് 2023 സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് 2026 അവർ വിളിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് നോട്ടിഫിക്കേഷൻ എങ്കിലും വരും എന്ന് ദാറ്റ്സ് വാട്ട് വി ബിലീവ്. നമുക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ ഐ എം ഹിയർ വിത്ത് എ വീഡിയോ ടു ഡിസ്കസ് അബൌട്ട് ദ സ്കീം ആൻഡ് സിലബസ് ഓഫ് KV റിക്രൂട്ട്മെന്റ്, KV ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. വാട്ട് ഈസ് ദ സ്കീം ആൻഡ് സിലബസ്? നമുക്ക് സ്കീം ആൻഡ് സിലബസ് ആസ് സച്ച് 2023 അവർ റിവൈസ് ചെയ്തത്. അതുവരെ ഉണ്ടായിരുന്ന സിലബസിൽ നിന്ന് എൻറ്റയർ ഡിഫറെൻറ്റ് സിലബസ് ആണ് 2023 ഉണ്ടായിരുന്നത്. ആൻഡ് to say it's not pretty tough to crack, only because most of the teachers don't have an idea എന്താണ് KV എക്സാം, അതെങ്ങനെയാണെന്ന് മിക്കവർക്കും ഒരു ഐഡിയ ഇല്ല. ബട്ട് ബിലീവ് മീ, ഇറ്റ്സ് നോട്ട് so tough to crack, but we need a practice, we need to practice, ഒരു കോൺസ്റ്റന്റ് റിവിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബട്ട് യു നീഡ് CTET ഫോർ PGTക്കും. പക്ഷേ നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യണമെങ്കിൽ നമുക്ക് CTET വേണം. ഫോർ TGT PGTക്ക് CTET വേണം. സോ ദാറ്റ്സ് വൈ that is the only requirement. And ബാക്കി നിങ്ങളുടെ ഡിഗ്രീസ് ഒക്കെ വരും. CTET നിങ്ങൾ പാസ്സായിരിക്കണം. ആൻഡ് CTET is also not too tough to crack. And here I am gonna introduce a scheme and syllabus. ആ 2023 ഉണ്ടായിരുന്ന സിലബസ് ആണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടെ. സോ ദ എക്സാം ഓർ ദ സിലബസ് ഈസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 4 parts. 4 parts എന്ന് പറഞ്ഞുകൊണ്ടും ഇറ്റ്സ് നോട്ട് സോ ഡിഫിക്കൽട്ട്. സോ പാർട്ട് 1 is going to measure your proficiency in language. Proficiency in language എന്ന് പറയുമ്പോൾ both in English and Hindi. I think this part is common for everyone. Not only this part, till part 3 it is common for everyone. Only part 4 is subject specific. Part 4 ആണ് subject specific വരുന്നത്, and that too it's MCQ. Almost 100 questions for part 4 100 question, and that will be subject specific and MCQ based question. So first let me tell you what is in part 1. It is going to measure the proficiency in language, and language means your English language proficiency and also Hindi language proficiency. So both English and Hindi you will get 10 marks each. 10 marks in the question ആണ്. 10 questions വെച്ച് 10 mark for English and for Hindi. നിങ്ങൾ ഹിന്ദി എന്ന് പറയുമ്പോഴത്തേക്കിനും മോസ്റ്റ്ലി കേരള നമ്മൾ ഹിന്ദി ഭയങ്കര ടഫായിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. ഐ ഹാവ് ഓൾസോ അറ്റംപ്റ്റഡ് 2023 പേപ്പർ. ഇറ്റ് ഈസ് നോട്ട് സോ ടഫ്, ബട്ട് ദ മാൻഡേറ്ററി തിങ് ഈസ് യു ഹാവ് ടു പാസ്. ആ ഹിന്ദിക്ക് നിങ്ങൾ പാസ്സായിരിക്കണം, ലൈക്ക് 5 marks അങ്ങനെ എന്തെങ്കിലും ഒരു പാസ് മാർക്ക്, നിങ്ങൾക്ക് ഒരു പാസ് മാർക്ക് കിട്ടണം. ടോട്ടൽ അഗ്രിഗേറ്റ് ആണ് അവരെടുക്കുന്നത്. സോ ഹിന്ദി എന്ന് പറയുന്നത് മെയിൻലി കോംപ്രിഹെൻസീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ, അതും ഭയങ്കര ബിഗ് കോംപ്രിഹെൻഷൻസ് ഒന്നും അല്ല, കുഞ്ഞു കോംപ്രിഹെൻഷൻ ആണ്. അതായത് കോംപ്രിഹെൻഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുട്ടി ഒരു പാരഗ്രാഫ് തരും, ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തൊരു 5 questions വന്നു. പിന്നെ വിലോം ശബ്ദ് വന്നു. പിന്നെ to correct the സ്പെല്ലിംഗ് ഇറർ ഉണ്ടോ, അതൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ 10 mark ഫോർ ഇംഗ്ലീഷ്, 10 mark ഫോർ ഹിന്ദി. അതും ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ജനറൽ ഹിന്ദി ക്വസ്റ്റ്യൻസും ആണ്. ആൻഡ് ദെൻ പാർട്ട് 2, part 2 is measuring your general awareness and your reasoning skill. General awareness and reasoning and proficiency in computer. General awareness in current affairs in 10 questions ആണുള്ളത്. General awareness in current affairs you will get 10 questions, and reasoning ability 5 questions, computer proficiency 5 questions.
ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ബട്ട് ജനറൽ അവയർനെസ് ആൻഡ് ദാറ്റ് യു നീഡ് ടു റീഡ്, അത് കുറച്ച് നമ്മൾ വായിക്കേണ്ട കാര്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം ചോദിക്കും. സോ അത് ആ ഒരു റീസെൻറ്റ് ടൈമിൽ എന്നാണോ നോട്ടിഫിക്കേഷൻ വരുന്നത് അതിൻ്റെ ആ ഒരു 1 year കറണ്ട് അഫയേഴ്സ് ആണ് ആ ബേസിക്കലി ചോദിക്കുന്നത്. പക്ഷേ ഡോണ്ട് ടേക്ക് ദ എക്സാം ടു ലൈറ്റ്. കറണ്ട് അഫെയർ എനിക്ക് ആക്ച്വലി കറണ്ട് അഫയേഴ്സിനൊക്കെ നല്ലോണം മാർക്ക് പോയി. സോ വി നീഡ് ടു ബി അപ്ഡേറ്റഡ് ഇൻ ദാറ്റ് പാർട്ട് ഓൾസോ. അതാണെന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്ട്സിനും വരുന്ന കോമൺ പാർട്ടാണ് 1, 2, 3 പാർട്സ്. സോ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ അത്യാവശ്യം നമുക്ക് വേണം. കാരണം നമുക്ക് മാർക്ക് അവിടെ ലൂസ് ആയാൽ ഇറ്റ്സ് എ സെൻട്രൽ എക്സാം ആണ്. ഓൾ ഓവർ ഇന്ത്യ ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്യുന്ന എക്സാം ആണ്. സോ അപ്പം 1 മാർക്ക് നമ്മൾ പോയാൽ നമ്മുടെ റാങ്കിങ്ങിൽ നമ്മൾ പുറകോട്ട് പോകും. സോ ആ ഒരു കാര്യമുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ടഫ് ടു ക്രാക്ക്. ദാറ്റ് ഐ എം ടെല്ലിങ്. സോ പാർട്ട് 3 എന്ന് പറയുന്നതാണ് ഒരു ലോങ് പാർട്ട്. പാർട്ട് 3 മീൻസ് പെർസ്പെക്റ്റീവ്സ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് കൊടുത്തേക്കുന്നത്. പെർസ്പെക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ദാറ്റ് ഈസ് എ ലോങ് പാർട്ട് വിച്ച് ആ പാർട്ട് തന്നെ നമ്മളൊരു 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് വിച്ച് വി ഹാവ് ലേൺഡ് ഇൻ BEd. സൈക്കോളജി ഉണ്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റിയുണ്ട്, കണ്ടക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, അങ്ങനത്തെ കുറേ പാർട്ടായിട്ടുണ്ട്. സോ പാർട്ട് 3 will be divided. That is understanding the learner എന്ന് പറയുന്ന ഒരു മേജർ പാർട്ടുണ്ട്. We will get 15 questions under that part. അതിൽ ബേസിക്കലി വാട്ട് ഈസ് ഗ്രോത്ത്, വാട്ട് ഈസ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഞാൻ ആക്ച്വലി ഐ വിൽ ഷോ ഇൻ ദിസ് വീഡിയോ ക്ലിപ്പ് വാട്ട് ഓൾ കംസ് അണ്ടർ ദാറ്റ് വൺ പാർട്ട്. പാർട്ട് 3 തന്നെ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. ഫസ്റ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ ലേണർ എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. ഐ വിൽ ഷോ ഇൻ ദ വീഡിയോ വാട്ട് ഓൾ കംസ് ദെയർ. ആൻഡ് ദെൻ under the third part itself we will get understanding teaching learning. അവിടെയാണ് മെയിൻലി നമ്മുടെ തിയറീസ് ഒക്കെ വരുന്നത്. തിയറി ഓഫ് ബിഹേവിയറിസം, കോഗ്നിറ്റീവിസം, കൺസ്ട്രക്റ്റിവിസം, അങ്ങനത്തെ കുറേ തിയറീസ് ആ പാർട്ട് വരും. എഗെയിൻ ദാറ്റ് ഈസ് എഗെയിൻ എ 15 മാർക്സ് നമുക്ക് കിട്ടുന്ന ഒരു പാർട്ടാണ്. നെക്സ്റ്റ് എഗെയിൻ ഇറ്റ് ഇസ് ബീൻ ഡിവൈഡ്. പിന്നെ ഒരു കാര്യം ഉണ്ട്, ക്രിയേറ്റിംഗ് കണ്ടക്റ്റീവ് ലേണിംഗ്, വേർ ഡിസബിലിറ്റി, ഇൻക്ലൂഷൻ, കോൺസെപ്റ്റ് ഓഫ് സ്കൂൾ മെൻ്റൽ ഹെൽത്ത്, അങ്ങനത്തെ കുറേ ഐ വിൽ ഷോ ഇൻ ദ വീഡിയോ ബിക്കോസ് ഇറ്റ്സ് അതൊക്കെ കുറേ കുട്ടി പാർട്സ് ആണ്. സോ ഐ കാൺ read all the things in this video. Again from that you will get 4 questions. So part 3 തന്നെ സബ് ഡിവിഷൻസ് ആണിത്. Next is school organization and leadership. Again you will get 4 questions from that, where they will be asking about school leadership, vision building, goal setting, the സ്കൂളിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് again another subdivision is perspectives in education, where അന്ന് ആ ഒരു സിലബസിൽ NEP 2020 കരിക്കുലം, റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ദ നാഷണൽ പോളിസീസ്, എന്തൊക്കെ ഹിസ്റ്ററിയിലുണ്ടായിരുന്ന പല നാഷണൽ പോളിസീസ് നമ്മൾ BEd പഠിച്ചു. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ആ സെക്ഷനിൽ, ആ സബ് ഡിവിഷനിൽ വരുന്നത്. സോ അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആയി? ടോട്ടൽ 80 മാർക്സ് ആണ് നമ്മുടെ ഈ ഫസ്റ്റ് ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് അവർ തന്നിരിക്കുന്നത്. 80 മാർക്സ് ഫ്രം ദിസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഫോർത്ത് പാർട്ടിൽ നിന്ന്, ദാറ്റ് ഈസ് our subject specific, you will get 100 questions. So total it is going to be 100 plus 80, 180 questions ആണ് നമുക്കുള്ളത്. 180 questions and the paper is out of 180 marks. So actually revised syllabus is much easier. അതിന് മുമ്പത്തെ സിലബസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ആൻഡ് ഓൾസോ ദ സബ്ജക്ട് സ്പെസിഫിക് എന്ന് പറയുന്ന പാർട്ട്, ഇറ്റ് വാസ് ആക്ച്വലി ലിറ്റിൽ ബിറ്റ് ടഫ് ടു ക്രാക്ക്. നമ്മുടെ PG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. Coming to the subject specific part, that is fourth part, I want to tell you about, I'm talking about English subject because I am also an English postgraduate. So English subject നമുക്ക് തന്നിരിക്കുന്നത് PGT ആണെങ്കിലും TGT ആണെങ്കിലും, for PGT they asked only 11th and 12th NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ PGT ഇംഗ്ലീഷിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റീഡിങ്, അൺസീൻ പാസേജ്, ഒബ്വിയസ്ലി എല്ലാ ഇതിലുണ്ട് അൺസീൻ പാസേജ്. റീഡിങ് നമ്മുടെ മെഷർ ചെയ്യുന്നുണ്ട്, ലൈക്ക് അൺസീൻ പാസേജ്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, സോ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് പാർട്ട്, ആൻഡ്
creative writing skills. We don't have to write anything, but they are measuring our creative writing skills. How means like informal letter examples തരും, അവിടെ എന്താണ് ലാക്ക് ചെയ്യുന്നത്, how it should be. And നമുക്ക് തന്ന ഇതിനകത്ത് നമ്മുടെ സിലബസിനകത്ത് പോസ്റ്റർ റൈറ്റിംഗ്, എ സ്പീച്ച് ആൻഡ് വിഷ്വൽ ക്ലൂസ് റിലേറ്റഡ് ടു സം കണ്ടംപററി ഏജ് അപ്രോപ്രിയേറ്റ് ടോപ്പിക്, ഡിബേറ്റ് ഓൺ കണ്ടംപററി, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും വി ഡോണ്ട് ഹാവ് ടു റൈറ്റ് എനിത്തിങ്, ബിക്കോസ് അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി എഴുതേണ്ടി ഒന്നും വന്നില്ല. ബട്ട് ദേ വിൽ ആസ്ക് മെനി, ഇവിടെ എന്താ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഇറ്റ്സ് എ ട്വിസ്റ്റഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ദേ ഹാവ് ആസ്ക്ഡ്. ആൻഡ് ഓൾസോ when you come to the main subject part, we use for PG the 11th and 12th NCERT text in the main kore they have listed out which from which all chapters they'll ask questions ennulla list ചെയ്തിട്ടുണ്ട്. 11th and 12th ile ഏതൊക്കെ chapters like അത് ഡീൽ ചെയ്യുന്ന ടീച്ചേഴ്സിന് അറിയായിരിക്കും. പോർട്രേറ്റ് ഓഫ് എ ലേഡി, എ ഫോട്ടോഗ്രാഫ്, വി ആർ നോട്ട് അഫ്രൈഡ് ടു ഡൈ, ഇഫ് വി ക്യാൻ ബി ടുഗെദർ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഒബ്വിയസ്ലി ഗ്രാമർ ഉണ്ടാവും. ഇംഗ്ലീഷിന് ഒബ്വിയസ്ലി ഗ്രാമർ ഉണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനത്തെ ടോപ്പിക്സ് തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഏതൊക്കെയാണ്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് തന്നിട്ടുണ്ട്. ബട്ട് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ് നമ്മൾ വിചാരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ് അവർ ചോദിക്കാൻ പോകുന്നത്. പാർട്ട് ഈസ് they'll ask each and every small details they'll ask. So when you're reading the chapter, you have to at least you have to underline, you have to write each and every small details. ഭയങ്കര സ്മോൾ, ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തപ്പം എന്താണ് കണ്ടത്, അങ്ങനത്തെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ് ചോദിക്കുന്നത്, which we might forget if you're not revising. So part 1, part 2, part 3ലും like growth and maturation എന്നൊക്കെ പറയുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ when we read and when we study it's easy, but the questions they are asking is a little bit twisted, like case based ആയിട്ട് ഇങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യും, ലൈക്ക് കൈൻഡ് ഓഫ് ക്രിയേറ്റീവ് ഓർ ഇവാലുവേറ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയിലെ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈവൻ ദോ ഇറ്റ് സൗണ്ട്സ് ഈസി, it needs to constant practice and constant revision. So this is all about the scheme and syllabus of KV, which was revised one before 2023 exam. 2023 exam മുമ്പ് വന്ന റിവൈസ് സിലബസ് വെച്ച് this is the syllabus of KV. നമുക്ക് അറിഞ്ഞൂടാ ഇനിയുള്ള എക്സാമിന് അവർ വിളിക്കുമ്പം വിൽ ദേ റിവൈസ് ദ സിലബസ് ഓർ നോട്ട് എന്ന് അറിഞ്ഞൂടാ. ബിക്കോസ് ഒത്തിരി കാലങ്ങൾ ഉണ്ടായിരുന്ന ഒരു സിലബസ് റിവൈസ് ചെയ്താണിത്. സോ we are not sure whether they will revise or not, but get an idea. This is not so tough to crack. Most of the B.Ed graduates, they don't have an idea about what is KV exam or how it's going to happen and all. This is a brief of that. The exam is divided into 4 parts. You are getting the question paper as such in a computer, and we are free to choose any part. നമുക്ക് എപ്പോൾ part 4 ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണേ, യു ആർ ഫ്രീ ടു ചൂസ്. യു ജസ്റ്റ് ഹാവ് ടു ക്ലിക്ക് ആൻഡ് ടേക്ക് part 4. ഏത് പാർട്ട് വേണേലും നമുക്ക് 3 hour എക്സാമിൽ നമുക്ക് ഏത് പാർട്ട് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. സോ ദ തിങ് ഇസ് ഹിന്ദി ആണ് എല്ലാവരും ഹിന്ദി ഒത്തിരി പഠിക്കണമെന്ന്. ഇറ്റ്സ് ഓൺലി എ 10 mark ഫോർ ഹിന്ദി, ആൻഡ് ഓൾസോ ദാറ്റ് ഈസ് നോട്ട് സോ ടഫ് ടു ക്രാക്ക്. ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് everyone might have learned Hindi at least till 8th standard, so you know at least how to read. But do practice before the exam. That is that there are a lot of books you will get in market, so you have to practice Hindi. So 10 mark for general English and 10 mark for Hindi. You have to pass, I think so, because earlier അങ്ങനെ ഒരു ഉണ്ടായി നിങ്ങൾ പാസ് ആവണം എന്ന്. So and then general awareness part 2 I have said, and part 3 is a long part which actually has got like 40 marks നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. 40 മാർക്സിനടുത്ത് നമുക്ക് ഈ ഒരു പാർട്ട് 3 കിട്ടും. ആൻഡ് ഗോ ത്രൂ ദ കോൺസെപ്റ്റ്, ബട്ട് അറ്റംപ്റ്റ് ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ് യു ക്യാൻ. നമുക്ക് അങ്ങനെ ആസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് അങ്ങനെ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടാറില്ല, ബട്ട് ലോട്ട് ഓഫ് ബുക്സും ഗൈഡ്സും ഒക്കെ കിട്ടുന്നുണ്ട്. സോ അറ്റംപ്റ്റ് ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ് യു ക്യാൻ. ആൻഡ് ഐ ആം പ്ലാനിങ് ടു take classes on this part 3, and also for English.
each chapter wise we can analyze each chapters, and I am planning to take class in part 3 and English. So perspectives, ഞാൻ പറഞ്ഞു, ഞാൻ ഓരോ പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും what all subtopics are coming under it. So that's all about KV scheme and syllabus. Let's hope notification will be out soon, so that it's a great opportunity for the teachers out there. So thank you for following me, and sorry for that long break because I had to shift places, relocate places. So relocation ഒക്കെ നടന്നുകൊണ്ടാണ് അങ്ങനെ അത്ര ഒരു ബ്രേക്ക് വന്നത്. So hope you find this video helpful. Thank you.